പൃഥ്വിരാജ് പറഞ്ഞു അങ്ങനെയാണ് നമുക്കൊരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങാം. ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പം ഞാൻ പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു വേറെ ആരെങ്കിലും പേരിൽ തുടങ്ങി, എനിക്ക് വയ്യ, എനിക്ക് പൈസ ഒന്നും വേണ്ട. മമ്മൂക്ക വന്നു, ജയസൂര്യ വന്നു, ചാക്കോച്ചൻ വന്നു, അജു വന്നു, അങ്ങനെ കുറേ ആൾക്കാർ വന്നു. അതിനിടയിൽ നമ്മൾ പ്ലാൻ ചെയ്തതാണോ? അല്ല. സിനിമയിലെ സൗഹൃദങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉണ്ണി എനിക്ക് റിപ്ലൈ ചെയ്ത് ഐ വിൽ ബി ഇൻ മൈ ബെസ്റ്റ് ഷേപ്പ് 3 months from now. അപ്പോൾ എനിക്ക് 3 ദിവസമായിട്ട് എൻ്റെ ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ ആൾക്ക് താല്പര്യമാണെന്നുള്ളത് എനിക്ക് സാധനം എൻ്റെ കഥ പോലും കേട്ടിട്ടില്ല. എനിക്ക് മൈമ മലയാളിയാണെന്ന് പോലും അറിയില്ല. പക്ഷേ ഞങ്ങൾ പണ്ട് സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെ മൈമ പറഞ്ഞു. എനിക്ക് അതിനെക്കുറിച്ച് ഓർമ്മയില്ലായിരുന്നു അന്ന്, പിന്നീടാണ് എന്നെ ഓർമ്മിച്ചത്. ചില ക്യാരക്ടേഴ്സ് നമുക്ക് സിനിമ കണ്ടു കഴിയുമ്പോൾ ഭയങ്കര സിമ്പിളായിരുന്നല്ലോ എന്ന് തോന്നുന്നു. പക്ഷേ അത് ഒരാൾ ചെയ്യുമ്പോഴേ വേറൊരാൾ ചെയ്യുമ്പോഴേ എൻ്റെ എത്ര കുഴപ്പം വന്നു എന്നുള്ളത് മനസ്സിലാവും. ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ എടുക്കുമ്പോൾ എനിക്ക് സിനിമ ഒന്നും അറിയില്ല. സിനിമ ഒരു ഷൂട്ടിംഗ് പോലും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഒരു സൂപ്പർ സിനിമയിൽ ഇപ്പോൾ തിളങ്ങി നിൽക്കുന്ന ഒരു സൂപ്പർ സ്റ്റാറും ഒരു ഫ്ലോപ്പ് ഡയറക്ടർക്കും ഒരിക്കലും സുഹൃത്തുക്കളാവാൻ പറ്റില്ല. ചൂതുകളിയും സിനിമയും ഒരുപോലെ എനിക്കിപ്പോഴും ഇവിടെ ഇരുന്ന് 15 വർഷം കഴിഞ്ഞിട്ട് സിനിമ ചെയ്യാൻ പറ്റില്ല. ഞാൻ ക്രെഡിറ്റിന് വേണ്ടി ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല എനിക്ക് കൂടുതൽ ക്രെഡിറ്റ് കിട്ടണമോ. ക്രെഡിറ്റ് കിട്ടാതിരിക്കുന്ന നമുക്ക് ഇപ്പോഴൊക്കെ എനിക്ക് സന്തോഷം ഒരു ഇൻ്റർവ്യൂ കൊടുക്കാതിരിക്കുന്നതാണ്. ഒരു പ്രൊഡ്യൂസർക്ക് വേണ്ടി ഒരു സിനിമ ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എൻ്റെ കഥകളൊന്നും കമേഴ്ഷ്യലല്ല. വർഷങ്ങളായിട്ട് തിയേറ്ററിൽ പോയി സിനിമ കാണാത്ത ഒരാൾ ആലോചിച്ചു, അയാൾ ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള മനുഷ്യനായിരിക്കും. പ്രമേയങ്ങൾക്കും അതിൻ്റെ താരങ്ങൾക്കും ഒപ്പം തന്നെ ഒരു സംവിധായകൻ്റെ പേര് കണ്ടിട്ട് ആ സിനിമ കാണണമെന്ന് തീരുമാനിക്കണം, അല്ലെ, ആ ഒരു ലെവലിലോട്ട് കൊണ്ടെത്തിച്ച കുറേയേറെ സംവിധായകരുണ്ട്. അത്തരത്തിൽ പ്രമേയങ്ങൾ കൊണ്ട് സമ്പന്നത കൊണ്ടും വ്യത്യസ്തത കൊണ്ടും മലയാളത്തിൽ ചെയ്ത സിനിമകൾ അത്രത്തോളം പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന ഒരു ടൈറ്റിൽ സംവിധാനം രഞ്ജിത്ത് ശങ്കർ. ഇന്ന് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഹാർവിയർ പ്രസൻസ് അങ്ങനെ പറയിൽ കൂടെ ചേരുന്നത് രഞ്ജിത്ത് സാറാണ്. നമസ്കാരം. നമസ്തേ. എപ്പോഴും മലയാളത്തിൽ സജീവമായിട്ടുള്ള സിനിമകളിൽ അല്ലെങ്കിൽ എത്രത്തോളം ഹിറ്റ് ചിത്രങ്ങൾ വരുന്നു, മലയാളത്തിനപ്പുറം ദേശാന്തരങ്ങൾക്കപ്പുറം അല്ലെങ്കിൽ ഭാഷകൾക്കപ്പുറം ആ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നു, ഇൻഡസ്ട്രിയെക്കുറിച്ച് സംസാരിക്കുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തൊരു വിഷു കാലഘട്ടം, ഒരുപിടി മികച്ച ചിത്രങ്ങൾ അവിടെ പ്രതീക്ഷയോടെ വരുന്നു. അതിൽ പ്രമേയങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ ഇപ്പോഴും രഞ്ജിത്ത് സിനിമകൾ വരുമ്പോൾ ഉള്ള ആകാംക്ഷയോട് കൂടി തന്നെ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. അവിടേക്കാണ് ജയ് ഗണേഷ് വരുന്നത്. സോ ഇക്കൊല്ലത്തെ വിഷു ചിത്രത്തിൻ്റെ പ്രതീക്ഷയും എങ്ങനെയാണ് സാർ? നല്ല പ്രതീക്ഷയാണ്. നമ്മൾ എല്ലാ സിനിമയും എനിക്ക് തോന്നുന്നു എല്ലാ ഫിലിം മേക്കേഴ്സും ഒരു പൂർണ്ണമായ പ്രതീക്ഷയോടെ, പൂർണ്ണമായ ആഗ്രഹത്തോടെ, പൂർണ്ണമായൊരു സമർപ്പണത്തോടെയാണ് ചെയ്യുന്നത്. അപ്പം അതിന് വിധി എഴുതേണ്ടത് പ്രേക്ഷകരാണ്. അപ്പോൾ അവർക്ക് അതിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ആരും ഒരു മോശം സിനിമ ഉണ്ടാക്കാൻ ആരും ശ്രമിക്കുന്നില്ലല്ലോ. ഐ ആം നോട്ട് ഡിഫറെൻറ്റ്. എപ്പോഴും രഞ്ജിത്ത് സാർ ഓരോ സിനിമകൾ ചെയ്യുമ്പോഴും അതിന് സിനിമയ്ക്ക് മുമ്പും ശേഷവുമുള്ള സംസാരങ്ങളിലും എപ്പോഴും രഞ്ജിത്ത് സാറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് കൃത്യമായിട്ട്, ഒരു ചലഞ്ച് ഇല്ലെങ്കിൽ, ഒരു വെല്ലുവിളി ഇല്ലെങ്കിൽ ഒരു സിനിമ ചെയ്യാൻ രസമില്ല എന്നുള്ളത്. ജയഗണേഷ് എന്നൊരു സിനിമ തീരുമാനിക്കും ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തരത്തിലുള്ള വെല്ലുവിളികളാണ് ഒരു സംവിധായക നിലയിൽ ശരിക്കും നേരിടേണ്ടി വന്നിട്ടുള്ളത്, അഭിമുഖീകരിക്കുന്നത്? ജയഗണേഷിനുള്ള ഏറ്റവും പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. അതായത് ഇത് പ്രോപ്പർ കമേഴ്ഷ്യൽ സ്ക്രീൻ പ്ലേ ആണ്. പക്ഷേ നായകൻ വീൽ ചെയറിലാണ്. അപ്പം ഇപ്പം നമ്മളിങ്ങനെ ഇരിക്കുന്നില്ലേ, അത് വീൽ ചെയറിലാണെന്ന് പറയുമ്പോൾ നമുക്ക് പുറമേ നോക്കുമ്പോൾ തോന്നുന്നൊരു രീതിയുണ്ട്. അങ്ങനെയല്ല, ശരിക്കും വീൽ ചെയറിലായി പോകുന്ന ഒരാൾ. ഇത് നമുക്കെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇവിടെ ഇറങ്ങി പോകുന്നു, ഈ സ്റ്റെപ്സ് വീണ് കഴിഞ്ഞാൽ നമ്മളൊക്കെ ചിലപ്പോൾ വീൽ ചെയറിലായി പോയിക്കും ജീവിതകാലം മുഴുവൻ. അപ്പോൾ അതിൻ്റെ അവസ്ഥ വളരെ ദുരന്തപൂർണ്ണമാണ്. പക്ഷേ നമ്മുടെ സമൂഹം ഒട്ടും എക്യുപ്ഡ് അല്ല അത്തരത്തിലൊരാളെ എന്താ പറയുക, ഒരാളെ അവരുടെ സമൂഹത്തിൻ്റെ ഭാഗമാക്കാൻ. ഇപ്പോൾ ഈ ഒരു ഫ്ലോറിലേക്ക് കയറി വരാൻ അയാൾക്ക് പറ്റില്ല. അങ്ങനെയുള്ള ഫ്ലോറുകൾ എറണാകുളത്ത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അയാൾക്കൊരു ഇൻ്റർവ്യൂ കൊടുക്കാൻ പറ്റില്ല, അയാൾക്കൊരു സിനിമ കാണാൻ പറ്റില്ല, കാരണം ഒരു തിയേറ്ററിൽ അങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ല. അയാൾക്കൊരു ട്രെയിനിൽ കയറാൻ പറ്റില്ല, അയാൾക്കൊരു ബസ്സിൽ കയറാൻ പറ്റില്ല. അയാൾക്ക് അപ്പം നിങ്ങൾക്കോ എനിക്കോ ഉള്ളതിൻ്റെ ഒരു 4-5 ഇരട്ടി വരുമാനം ഉണ്ടെങ്കിൽ അയാൾക്കോട് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അയാൾക്ക് ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഒരു ടാക്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും, ഒരു ബസ്സിൽ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനുള്ള വരുമാനം കൊടുക്കുന്ന ജോലി ഇവിടെ ഉണ്ടോ? പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഇപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മളുടെ മഹാമനസ്കത എന്ന് പറയുന്നത് അവരെ ഒരു സിമ്പതിയോട് നോക്കുക എന്നുള്ളതാണ്. അവരോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരത അതാണ്. അവർ നോർമലായിട്ട് നോക്കാൻ പറ്റുക, അവർ തെറ്റ് പറഞ്ഞാൽ നമ്മൾ ശാസിക്കാൻ പറ്റുക, സ്നേഹിക്കാൻ പറ്റുക. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തി എന്ന രീതിയിൽ ഒരു സൊസൈറ്റിയും വളരുന്നത്. അപ്പോൾ അതുപോലെ ഉള്ളൊരു വ്യക്തിയെ നമ്മൾ ഒരു സിനിമയുടെ മെയിൻ ക്യാരക്ടറാക്കിയിട്ട് ഒരു പക്കാ കമേഴ്ഷ്യലായിട്ടുള്ളൊരു സ്ക്രീൻ പ്ലേ ചെയ്യാന്ന് പറയുമ്പോൾ ആലോചിക്കുമ്പോൾ നമുക്ക് പേടിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് ഇപ്പോൾ ഒരു സീൻ ഇങ്ങനെ എടുക്കാൻ, ഒരു സീൻ എടുക്കുമ്പോൾ ഒരു സജഷൻ പോലും വെക്കാൻ പറ്റില്ല. കാരണം ഒരാൾ ഇങ്ങനെ ഇരിക്കും, ഒരാൾ ഇങ്ങനെ ഇരിക്കും.
അപ്പോൾ അതിൻ്റെ അങ്ങനെ ഒരു സിനിമ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതായത് ഇവിടെ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അതിലിപ്പോൾ ജയസൂര്യ വീൽ ചെയറിലാണ്. പക്ഷേ അത് നമുക്ക് കുറച്ചുകൂടി സമാധാനമുണ്ട്. അയാളൊരു വീൽ ചെയറിലുള്ള ആളാണെന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ ജയ് ഗണേഷിൻ്റെ കഥാപാത്രം അയാളൊരു നമ്മളെക്കാളൊക്കെ അപ്പുറത്തുള്ള പല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അയാളൊരു വീൽ ചെയറിലൊരു ചെയ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര എക്സ്ട്രീംലി ഡിഫിക്കൽട്ടാണ്. ആലോചിക്കുമ്പോൾ തന്നെ പേടി തോന്നുന്നൊരു കാര്യമാണ്. അതായിരുന്നു ഈ സിനിമയിൽ ഏറ്റവും വലിയ ചാലഞ്ച്. ജയ് ഗണേഷ് എന്നൊരു ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ സിനിമയ്ക്കൊപ്പം തന്നെ സംസാരിക്കുന്ന പേര് കൂടിയാണ് ഉണ്ണിമുകുന്ദൻ. കുറേയേറെ മുമ്പേ ഈ ചർച്ചകൾ വന്നിട്ടുണ്ട്, പല താരങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. എങ്ങനെ ഉണ്ണിമുകുന്ദൻ ഇതിൽ ടൈറ്റിൽ വരണമെന്നുള്ള തീരുമാനത്തിലെത്താനുള്ള ഒരു കാരണം എന്തായിരുന്നു? അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാരണം, ഞാൻ ഈ സ്ക്രിപ്റ്റ് കണ്ടു, ഇയാളെ കണ്ടു, ഈ രണ്ടുപേരെയും കണ്ടു. ഇയാളെ വീൽ ചെയറിലാക്കാൻ തീരുമാനിച്ചു. ആ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തപ്പോൾ എനിക്കത് വർക്കബിൾ ആണ്, ചാലഞ്ചിങ് ആണ്, പേടിപ്പിക്കുന്നതാണ്, ബട്ട് ഇറ്റ് ഈസ് വർക്കബിൾ. അപ്പോൾ ആരഭിനയിക്കാം എന്ന് തോന്നിയപ്പോൾ ഞാൻ പല ഓപ്ഷൻസ് സ്വാഭാവികമായിട്ടും ആലോചിച്ചു. ഉണ്ണി വാസ് വൺ ഓഫ് ദ ഓപ്ഷൻസ്. പക്ഷെ ഉണ്ണിയിൽ എനിക്ക് തോന്നിയ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം കണ്ട ആളുണ്ടല്ലോ, അയാളുടെ ഒരു ചായ ഉണ്ട് ഉണ്ണിക്ക്. ലൈക്ക് ഭയങ്കര സുന്ദരനാണ് അയാളും, താടിയൊക്കെ ഉണ്ട്, മുടിയൊക്കെ ഉണ്ട്, അങ്ങനെ ഒരാളാണ്. അപ്പോൾ ഒന്നത്. പിന്നെ എൻ്റെ സ്ക്രീൻ പ്ലേയിൽ ഇയാൾക്ക് ചെയ്യേണ്ട കുറേ അക്രോബാറ്റിക്സ് അല്ല, കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അയാൾക്ക് ഭയങ്കര പവർഫുൾ ഹാൻഡ്സ് ഉണ്ടാവേണ്ടത് ഭയങ്കര ആവശ്യമാണ്. അപ്പം വേറെ ഒന്നും ആൾക്കില്ല. എങ്കിലും അത് കുറച്ചുകൂടി വിശ്വാസപൂർവ്വം അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പം നിങ്ങൾ വീൽ ചെയറിൽ ഇരുന്നാലേ അറിയാം അതെന്താണെന്നുള്ളത്. വീൽ ചെയർ പതുക്കെ ഉരുട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് നമ്മൾ വീൽ ചെയറിൽ ഒരു സംഭവം ചെയ്യുകയും ഓടുകയും ചാടുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രയും പവർഫുൾ ഹാൻഡ്സുകളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഉണ്ണിയുടെ ഹാൻഡ്സ് എനിക്ക് തോന്നും, ഇപ്പം ഞാനൊരു കൊല്ലം ജിമ്മിൽ പോകുമെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ 5 കൊല്ലം പോയ കുറേ നടന്മാർ നമുക്കുണ്ട്. പക്ഷെ അവർക്ക് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ സംശയമുണ്ട്. കാരണം സിംഗിൾ ഷോട്ടൊക്കെ പലതും. കാരണം ഇത് വർഷങ്ങളുടെ പണിയെടുത്ത് ഉണ്ടാക്കിയതാണ് ഉണ്ണിയെ സംബന്ധിച്ച്. ഒരു 5-ാം വയസ്സൊക്കെ തൊട്ട് അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ അത് നാച്ചുറൽ പവറിൻ്റെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതായിരുന്നു ആദ്യത്തെ കാര്യം. അപ്പം ഞാൻ ഉണ്ണിക്കൊരു മെസ്സേജ് അയച്ചു. ഉണ്ണിയുടെ റെസ്പോൺസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഉണ്ണി പറഞ്ഞത്, നമുക്കൊന്ന് കണ്ടാലോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ണി എനിക്ക് റിപ്ലൈ ചെയ്ത്, ഐ വിൽ ബി ഇൻ മൈ ബെസ്റ്റ് ഷേപ്പ് 3 months ഫ്രം നൗ. അപ്പോൾ എനിക്ക് 3 ദിവസമായിട്ട് എൻ്റെ ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ ആൾക്ക് താല്പര്യമാണെന്നുള്ളത് എനിക്ക് സാധനം, എൻ്റെ കഥ പോലും കേട്ടിട്ടില്ല. അപ്പോൾ എനിക്ക് ആൾക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അത് ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു. ഞാൻ അയാളെ മീറ്റ് ചെയ്തു, സ്ക്രിപ്റ്റൊക്കെ പറഞ്ഞപ്പോഴേക്ക് താല്പര്യം. മീറ്റ് ചെയ്യുമ്പോഴും എനിക്ക് ആശങ്കകളുണ്ട്. കാരണം ഇത് ഫിസിക്കൽ മാത്രമല്ല, ഇത് എക്സ്ട്രീംലി കോംപ്ലിക്കേറ്റഡ് ക്യാരക്ടറും കൂടിയാണ്. ഒബ്വിയസ്ലി അയാളുടെ ഇമോഷണൽ സൈഡും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ണി എങ്ങനെ കൈകാര്യം ചെയ്യുന്നതൊക്കെ എനിക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷേ പുള്ളി മീറ്റ് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതായത് ഉന്നോട് ഗുജറാത്തിൽ സ്കൂളിൽ പഠിച്ചൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഇതുപോലെയായിരുന്നു. അപ്പം ഉണ്ണി പറഞ്ഞത്, അവർ സ്കൂളിൽ എത്തുമ്പോൾ ഈ കുട്ടിയും ഉണ്ണിയും കൂടെ ഒരുമിച്ച് എത്തിക്കഴിഞ്ഞാൽ സ്റ്റെപ്പ് കയറി ക്ലാസ്സിൽ ആദ്യം എത്തുന്നത് മറ്റവനായിരിക്കും. ബിക്കോസ് ആൾക്കാർ ഉണ്ണിയുടെ അത്ര ഇരട്ടി പവർഫുൾ ഹാൻഡ്സാണ്. കാരണം ചെറുപ്പം മുതൽ പോയതുകൊണ്ട് ഈസ് എ ഫൈറ്റർ. ഇപ്പോഴും ഒരു നല്ല ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നു. ഈ ഫോട്ടോ കാണിച്ചു തന്നിട്ടുണ്ട്. അവിടെ ഗുജറാത്തിൽ വലിയൊരു ബിസിനസ്സുകാരനാണ് അയാളിപ്പോൾ. ഈസ് വെരി സക്സസ്ഫുൾ. അപ്പം ഉണ്ണി അത് പറഞ്ഞപ്പോൾ എനിക്ക് ഉണ്ണി കുറച്ച് കാര്യങ്ങൾ എന്നെക്കാൾ കൂടുതൽ ഈ കാര്യം ഇതിനെക്കുറിച്ച് അറിയാം. അങ്ങനെ ഇപ്പോൾ ഞാൻ സുതിവാൽമീകം ചെയ്തപ്പോൾ നമ്മളെപ്പോഴും മിക്കുള്ള ആൾക്കാരെ നമ്മളൊരു തമാശയിലെ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളൂ, അങ്ങനെ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. എനിക്കത് പറ്റിയത്, എൻ്റെ അടുത്ത് 10-12 വർഷം ഇരുന്ന് ജോലി ചെയ്തൊരു സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു. അയാളുടെ പേര് സുധി എന്നായിരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. എനിക്കത് മനസ്സിലാവും ഇവരുടെ പ്രോബ്ലം എന്താണെന്നുള്ളത്. അതിൽ ഉണ്ണിക്ക് ഇങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടാകുമ്പോൾ അവർക്ക് അറിയാം ലൈക്ക് വാട്ട് ഇറ്റ് ഈസ് ലൈക്ക്. അത് ഉണ്ണി ആളോടൊരു സിമ്പതിയിലൊന്നുമല്ല കാണുന്നത്. അവരങ്ങോട്ടും കളിയാക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു ഹ്യൂമൻ ലെവലിലാണ് നിൽക്കുന്നത്. അപ്പം എനിക്ക് തോന്നി യെസ്. പിന്നെ എനിക്ക് പുള്ളി അവിടെ ഇരുന്ന് തന്നെ, അതായത് വലിയ റെസ്റ്റോറൻറ്റിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു മാരിറ്റ് വെച്ച്. അപ്പം തന്നെ ഞാൻ വെച്ചാൽ എങ്ങനെ ചെയ്യാം, പുള്ളി അപ്പം തന്നെ എനിക്ക് കാണിച്ചു തന്നു ഇയാൾ മൂവി എന്ന് എങ്ങനെയായിരിക്കും. പുള്ളി അവിടെ മറ്റേ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഹി വാസ് ഓൾറെഡി റെഡി. ഇതിനെ കുറിച്ച് പറയുമ്പോൾ ഉണ്ണിയേട്ടൻ തന്നെ സ്വാഭാവികമായിട്ട് കുറെ കോൺട്രിബ്യൂഷൻ തരാനുണ്ടായിരുന്നു. അപ്പം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ എങ്ങനെ ഇയാൾ കുറച്ചൊരു മാക്കോ സാധനം എങ്ങനെ ചെയ്യാം ഇയാളെ വെച്ച്, അപ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിക്കാം. അപ്പോൾ ഒരു ആക്ടർ ചെയ്യാന്ന് പറയുമ്പോഴേ നമുക്ക് ആ സാധനം ചെയ്യാൻ ധൈര്യം വരുള്ളൂ, അല്ലാതെ ഇറ്റ്സ് എക്സ്ട്രീംലി റിസ്കി. അപ്പോൾ ആ മീറ്റിംഗ് ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ 1-2 പ്രാവശ്യം മീറ്റ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഉണ്ണി വരുന്നത്. എങ്ങനെ ജയ് ഗണേഷിൽ മഹിമയിലെത്തി? മഹിമ നമ്പ്യ നായിക. ജയ് ഗണേഷിൽ ആക്ച്വലി നിധി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. അപ്പം നിധി ഇപ്പം ജയ് ഗണേഷിൻ്റെ എൻ്റെ ഫോക്കസ് ഈസ് ഓൺ ഉണ്ണി. പക്ഷേ ജയ് ഗണേഷിൻ്റെ ഏറ്റവും വലിയ പ്ലസ് എനിക്ക് തോന്നുന്നത്, ഉണ്ണിക്ക് അപ്പുറത്ത് വേറെ ഭയങ്കര വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള, ഇപ്പം നാളെ സിനിമ കാണുമ്പോൾ ഭയങ്കരമായിട്ട് അതിന് പുറത്ത് വരുന്ന കുറേ നടന്മാരുണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനത്തെ ക്യാരക്ടർ ഡെഫിനേഷൻസ് ഉണ്ട്, അങ്ങനത്തെ പെർഫോമൻസുകൾ ഉണ്ടായിട്ടുണ്ട്. ഭാഗ്യമാണ് അതൊക്കെ നമ്മൾ ചില ആക്ടേഴ്സിനെ ഫിക്സ് ചെയ്ത് വർക്കാവുന്നു എന്നുള്ളത്. മഹിമയും കൂടാതെ ഞാൻ പറഞ്ഞു, ഈവൻ മഹിമയുടെ ക്യാരക്ടർ ഒരു ന്യൂ കമർ ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. കാരണം ചില ക്യാരക്ടേഴ്സ് നമുക്ക് സിനിമ കണ്ടു കഴിയുമ്പോൾ ഭയങ്കര സിമ്പിളായിരുന്നല്ലോ എന്ന് തോന്നുന്നു.
പക്ഷെ അത് ഒരാൾ ചെയ്യുമ്പോഴേ വേറൊരാൾ ചെയ്യുമ്പോഴേ അതിൻ്റെ എത്ര കുഴപ്പം കുഴപ്പം വന്നു വന്നു എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ മഹിമയുടെ ക്യാരക്ടർ ഈസ് ലൈക്ക് എ ഗോ ഗെറ്റർ. ഒരു ഭയങ്കര എംബീഷ്യസ് ആയിട്ടുള്ള ഒരു എൻ്റർപ്രീനറാണ്. അവർ പല സ്റ്റാർട്ടപ്സ് ഒക്കെ തുടങ്ങി ഫ്ലോപ്പായി അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത് ഭയങ്കര പാടാണ് ചെയ്യാൻ. നമ്മുടെ ഒരു എക്സിസ്റ്റിംഗ് ഇമേജിലുള്ള നടിക്ക് അത് ഫിറ്റ് ആവുന്നില്ല. അവർക്ക് പ്രത്യേക ആറ്റിറ്റ്യൂഡ് ഉണ്ടാവില്ലേ, ഒരു എൻ്റർപ്രീനർ ആറ്റിറ്റ്യൂഡ് എങ്കിലും വേണ്ടേ. അങ്ങനെയുള്ള എന്നാൽ അവർ ബൈ ഹാർട്ട് ഒരു മലയാളി ആയിരിക്കണം. അങ്ങനെ ന്യൂ കമറിനെ കുറേ തപ്പി കിട്ടുന്നില്ല. അങ്ങനെയാണ് മഹിമനെ നമുക്ക് ആലോചിക്കാനും പറ്റുന്നില്ല. മഹിമ ഇപ്പോൾ RDX ഇങ്ങനത്തെ റോളേ അല്ലേ. അതെ. അപ്പോൾ ഞാൻ ചുമ്മാ എനിക്ക് മഹിമ മലയാളിയാണെന്ന് പോലും അറിയില്ല. പക്ഷെ ഞങ്ങൾ പണ്ട് സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെ മഹിമ പറഞ്ഞു. എനിക്ക് അതിനെക്കുറിച്ച് ഓർമ്മയില്ലായിരുന്നു അന്ന്, പിന്നീടാണ് എന്നെ ഓർമ്മിച്ചത്. അപ്പോൾ കണ്ണൂരാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ മഹിമയ്ക്ക് ഇതുപോലെ മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, വെറുതെ കണ്ട് എൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മളൊരു ആക്ടറിനെ കാണുന്നു, ഈവൻ നായകന്മാർ വരെ നമ്മൾ കണ്ട് കഥ പറഞ്ഞ് അവർ ചെയ്യാൻ സമ്മതിച്ച് പിന്നെ ഞാൻ ആലോചിച്ചിട്ട് പറയും വേണ്ടെന്ന് പറയും, താരങ്ങളോട് വരെ. അപ്പോൾ അത് ഭയങ്കര തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ബൈ മൈ എക്സ്പീരിയൻസ്. അപ്പോൾ അത് ഇനി കഴിവൊന്നും കുറയ്ക്കണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ മഹിമയോട് പറഞ്ഞു എനിക്കൊരു ചുമ്മാ ഒരു സീൻ തരാം, ചെയ്ത് കാണിച്ചു തരാൻ പറ്റും, ഓഡിഷൻ്റെ പേരൊന്നും പറഞ്ഞില്ലെങ്കിലും. പക്ഷെ മഹിമ ഭയങ്കര ഗ്രേസ്ഫുൾ അതിന് തയ്യാറായി. അപ്പോൾ അവരെ ഓഡിഷൻ വന്നപ്പോൾ ഞാൻ ഒരു 10,000-3000 പേര് ഓഡിഷൻ ചെയ്തിരുന്നു. പക്ഷെ മഹിമ ഗേവ് ദ ബെസ്റ്റ് ഓഡിഷൻ. ഐ മീൻ ബെസ്റ്റ് ഓഡിഷൻ എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിന് ഏറ്റവും ക്ലോസ് ആയിരുന്നത് മഹിമയായിരുന്നു സംസാരത്തിൽ. ഐ മീൻ ബോഡി ലാംഗ്വേജിൽ എല്ലാത്തിലും. ഒരു ഡയലോഗ് വായിക്കുമ്പോൾ തന്നെ ഒരു ആക്ടറിന് ഒരു ബോധം ഉണ്ടാവണമല്ലോ, ഇയാൾ എന്ത് കോസ്റ്റ്യൂം ധരിക്കേണ്ടത്, എന്ത് ഹെയർ സ്റ്റൈൽ ആയിരിക്കും, എങ്ങനെയായിരിക്കും, അതുണ്ടായിരുന്നു മഹിമയിൽ. അത് കൂട്ടാണല്ലോ ഈ പെർഫോമൻസ് നമുക്ക് ഇഷ്ടപ്പെടുന്നത്. ആ സെൻസിബിലിറ്റി കൂടെ വേണമല്ലോ. ക്യാരക്ടറിനെ കുറിച്ച് ഒന്നും പറയാതെ വെറുതെ നമ്മളൊരു ഡയലോഗ് കൊടുക്കുമ്പോൾ ആ ഡയലോഗ് പറയുന്ന ഒരു ക്യാരക്ടർ എന്താണ് ആ ക്യാരക്ടർ ഊഹിക്കാനും കൊണ്ട് സാധനം വേണ്ടേ, അതും കൂടെ ഉണ്ടായിരുന്നു മഹിമയിൽ. പിന്നെ ഞാൻ മഹിമനെ മീറ്റ് ചെയ്തു ഈ കഥ പറഞ്ഞു, മഹിമ അപ്പം തന്നെ സമ്മതിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ തീരുമാനം പെട്ടെന്നായിരുന്നു എന്നുള്ളത്. ഈ ചെയ്ത സിനിമകളെ കുറിച്ചും അല്ലെങ്കിൽ കഥാപാത്രങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് എല്ലാം നല്ല അതുല്യ നടന്മാർ തന്നെയാണ്. എപ്പോഴെങ്കിലും സാറ് ഇത്രയും റിയാലിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നു അല്ലെങ്കിൽ റെഫറൻസിനെ കുറിച്ച് സൊസൈറ്റിയിൽ കണ്ട ആളുകളെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും സ്ക്രിപ്റ്റ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇപ്പോൾ ഒരു പുതുമുഖം ആൾ എത്രത്തോളം ഇത് ചെയ്യാൻ പറ്റുമെന്ന് ഉള്ളത് പ്രൂവ് ചെയ്യാത്ത ഒരു കഥാപാത്രത്തെ വെച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു വ്യക്തി വെച്ച് ചെയ്യാൻ കാസ്റ്റ് ചെയ്യാൻ തയ്യാറാവോ? ഞാനിപ്പോൾ 4 years ഒക്കെ അങ്ങനെയല്ലേ ചെയ്തു. ഓൾറെഡി അതൊരു കോളേജ് മൂവിയാണ്. സെർജോന ഓൾറെഡി അതുപോലെ ജൂണൊക്കെ ചെയ്ത് നിൽക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഇതുവരെ സിനിമയിൽ കാണാത്തൊരു മുഖം, പക്ഷെ സ്ക്രിപ്റ്റ് ഭയങ്കര ഡെപ്ത് ഉള്ളതാണ്, ഈ ക്യാരക്ടർ ഭയങ്കര പവർഫുൾ ആണ്, അങ്ങനെ ഉണ്ടെങ്കിൽ പുതുമുഖ താരങ്ങളെ വെച്ച് ചെയ്യാൻ തയ്യാറാവുമോ എന്നാണ് ചോദ്യം. അല്ല, പുതുമുഖ താരം എന്തിന് എന്ന് പറയുന്ന ചോദ്യമുണ്ട്. അപ്പം ഇപ്പോൾ എനിക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാളിന് ഫിറ്റിനാണ്, അയാൾ ചെയ്യാൻ എക്സൈറ്റഡ് ആണ്, അപ്പോൾ ഒരു പുതുമുഖത്തിന് ആവശ്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, അതിൽ എക്സിസ്റ്റിംഗ് ആരും ഫിറ്റ് ആവുന്നില്ല, എന്നാൽ വേറൊരാൾ വന്നു, ഒരു ഔട്ട്സൈഡർ ഹു ഫിറ്റ്സ് ഇൻ പെർഫെക്റ്റ്ലി, അങ്ങനെ വന്നാൽ അത് ചെയ്യാം. അതാണ് എൻ്റെ രീതി. മഹിമയുടെ കാര്യത്തിൽ ഒരു പുതുമുഖം വേണമെന്ന് സാറ് നിർബന്ധം ഉണ്ടായിരുന്നു. കിട്ടിയില്ല. ഞാൻ 3000 പേര് ഓഡിഷൻ ചെയ്തല്ലോ, എനിക്ക് ആരും കിട്ടിയില്ല. അതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അത്തരത്തില് നായക വേഷം ചെയ്യുമ്പോഴും അത്തരത്തിൽ ഓഡിഷൻ ചെയ്യാൻ നായക വേഷം അങ്ങനെ ഒരു ക്യാരക്ടർ ഇപ്പോൾ 4 years ഇതുപോലെ ഒത്തിരി പേരെ ഞാൻ ട്രൈ ചെയ്തതാണ്. എന്നിട്ട് ആണ് സർജനിൽ എത്തിയത്. കാരണം ക്യാരക്ടറിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്, അപ്പം കുറച്ച് എക്സ്പീരിയൻസ് ആവശ്യമായിരുന്നു, മീഡിയമായിട്ടുള്ള പരിചയമൊക്കെ ആവശ്യമായിരുന്നു. അപ്പം ബേസിക്കലി എൻ്റെ ക്യാരക്ടേഴ്സിനെല്ലാം ഉള്ള ഒരു പ്രോബ്ലം, ആ ക്യാരക്ടേഴ്സ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അപ്പോൾ അത് ചെയ്യാൻ കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ മീഡിയവും കുറച്ച് എക്സ്പീരിയൻസ് ഗുണകരമായിരിക്കാം. അല്ലാതെയും പറ്റും. ഞാനിപ്പോൾ ആടുജീവിതത്തിൽ ഇപ്പോൾ ഗോകുൽ എന്ന് പറഞ്ഞൊരു ആക്ടർ ചെയ്തിട്ടുണ്ട്. ഐ ലവ്ഡ് ഇറ്റ് വാട്ട് ഹി ഡിഡ് ആസ് എ ന്യൂ കമർ. അപ്പോൾ ആ ക്യാരക്ടർ ഒരു നോൺ ഫേസ് ചെയ്ത് നന്നാവില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ സംഭവിക്കും. ഞാൻ എൻ്റെ സിനിമയിൽ ഈ സിനിമയിലൊക്കെ ഉണ്ട്, അത് വരുമ്പോൾ നോക്കൂ. അങ്ങനത്തെ ഇപ്പം മെയിൻ ഹീറോ ആയിക്കൊള്ളുന്നില്ല അല്ല, പക്ഷേ ചെയ്ത ക്യാരക്ടറോട് കൂടി ശ്രദ്ധിക്കപ്പെടുന്ന കുറേ താരങ്ങളെ കൂടി ഈ സിനിമയിലൂടെ പരിചയപ്പെടുത്തും എന്നുള്ളത് ഉറപ്പാണ്. എനിക്ക് അതിൽ വലിയ പ്രതീക്ഷയുണ്ട്. നേരത്തെ നമ്മൾ തുടങ്ങി വെച്ചപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, മലയാള സിനിമയുടെ ചർച്ചകൾ കേരളത്തിന് പുറത്തോട്ടും വരുന്നു എന്നുള്ളത്. കണ്ടന്റ് കൊണ്ട് അത്രയും പവർഫുൾ ആണെന്ന് പറഞ്ഞൊരു ഇൻഡസ്ട്രി വലിയ ചിത്രങ്ങൾ കൂടി, വലിയ കളക്ഷൻ നേടുന്ന ചിത്രങ്ങൾ കൂടി സംഭവിക്കുന്നു എന്നുള്ളത്. ഈ മലയാള സിനിമയുടെ പ്രതിസന്ധി സംസാരിക്കുന്ന ഒരു കാലഘട്ടത്തിന് ഇപ്പുറത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ഇപ്പോഴും മറികടക്കേണ്ട ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് തോന്നുന്നുണ്ടോ മലയാള സിനിമയിൽ? എന്നും ഉണ്ട്. നമ്മളൊരു സിനിമ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ചങ്കൂറ്റമാണ്, ഒരു എടുത്തിയാട്ടമാണ്. എല്ലാം റെഡിയായി പെർഫെക്റ്റ് ആയിട്ടൊരു സിനിമ ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല. എന്നാൽ കാത്തിരിക്കുള്ളൂ, അയാൾ വർഷങ്ങളോളം കാത്തിരിക്കാം, ഇത് ശരി അത് ശരിയായില്ല എന്നുള്ള സിനിമ ഒരിക്കലും ഉണ്ടാവില്ല. ഇതൊരു പ്രതീക്ഷയിലങ്ങ് ഇപ്പോൾ ജയഗണേഷ് ചെയ്യുമ്പോൾ ഇതൊക്കെ ശരിയാവുന്നുള്ളൊരു വിചാരത്തിലങ്ങ് ചെയ്യാണ്. അപ്പം കുറേയൊക്കെ ശരിയാവുന്നു. ഞാൻ പറഞ്ഞ അതിൻ്റെ യോഗം ഉണ്ടല്ലോ, ആ യോഗം യു ടു ബിലീവ് ഇൻ ദ ഡെസ്റ്റിനി. അപ്പോഴേ അത് കുറച്ചൊരു പവർ വേണം നമുക്ക്. ആക്ച്വലി ഇറ്റ്സ് ബിയോണ്ട് തിങ്സ്. നമ്മുടെ കയ്യിലില്ലാത്ത കാര്യങ്ങൾ ഉറപ്പായിട്ടുകൊണ്ട് നമ്മൾ ബോധ്യപ്പെടുത്തുന്ന സിനിമയാണ്, മേഖലയാണ് സിനിമ. കാരണം ഒരാൾക്കൊരു വീഴ്ച പറ്റിയാൽ സിനിമ നിന്നു പോകും. നമ്മുടെ കയ്യിലാണ്. വീഴ്ച പറ്റണമെന്നുള്ളത് നമ്മുടെ കയ്യിലല്ലല്ലോ. അപ്പം നമ്മൾ ഭയങ്കര
പവർഫുൾ ആണെന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മൾ വി ക്യാൻ ഡു അവർ ബെസ്റ്റ് എന്നുള്ളത് ചെയ്യാൻ പറ്റും. പ്രതിസന്ധി അതുകൊണ്ട് തന്നെ സിനിമയിൽ എന്നും ഉണ്ട്, എന്നും ഉണ്ടാവും. കാരണം ലോകത്തിൽ തന്നെ ഏറ്റവും റിസ്ക് ഉള്ള രണ്ട് ഏകദേശം ചൂതുകളിയും സിനിമയും ഒരുപോലെ അൺപ്രഡിക്റ്റബിൾ ആണ്. അൺപ്രഡിക്റ്റബിൾ അല്ല, ഒരു ലെസ് ദാൻ 5% സക്സസ് റേറ്റ് ഉള്ളൂ. സിനിമകളുടെ പ്രതീക്ഷകൾ എന്നുള്ളത് എപ്പോഴും തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ പ്രേക്ഷകൻ വിധിയിരുത്തുന്നു എന്നനുസരിച്ചാണ്. ഇതിന് പറയുമ്പോഴും വളരെ കുറച്ച് കാലങ്ങളായിട്ട് തിയേറ്റർ റിലീസ് എന്നതിനൊപ്പം തന്നെ ചേർത്ത് വയ്ക്കുന്നത് കൂടിയാണ് OTT പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. മികച്ച സിനിമകളിൽ വന്ന് തിയേറ്ററിൽ വന്ന് ഒരു പക്ഷേ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ OTT റിലീസും വരുന്നുണ്ട്. ഇത് ശരിക്കും പ്രതികൂലമായിട്ട് ബാധിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ ചിത്രത്തെ? ഇതൊക്കെ ഒരു ഫേസാണ്. അതായത് ഇപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഒരു കടലാണെന്ന് വെച്ചാൽ അതിലുള്ള വേവ്സാണ് നമ്മളും ഇതൊക്കെ. ഇത് സിനിമ നിലനിൽക്കുന്ന തിയേറ്ററിൽ മാത്രമാണ്, അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും. അതിൻ്റെ റിയൽ ഫോമിൽ കാണുന്ന അവിടെ തന്നെ ആയിരിക്കും എല്ലാ കാലത്തും. അതിന് മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. അതിനിടയിൽ ഇതുപോലുള്ള സംഭവങ്ങൾ വരും, അത് വന്ന് വരും പോവും എന്നുള്ളതല്ലാതെ ദാറ്റ്സ് ജസ്റ്റ് എ പാസിങ് ഫേസ്. നമ്മളെപ്പോലെ തന്നെ നമ്മളൊക്കെ അതുപോലെ ഒരു വേവ് അടിച്ചങ്ങ് പോകും, അത് കഴിഞ്ഞാൽ വേറെ വേവ് വരും, വേറെ ആളായിരിക്കും. സിനിമ പക്ഷേ അവിടെ നിലനിൽക്കുമല്ലോ. ഒരു കോളേജും അതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ 4 ഇയേഴ്സൊക്കെ ചെയ്യുമ്പോൾ തന്നെ അതായിരുന്നു. കോളേജ് ഇന്നവിടെ ഉണ്ടല്ലോ, നമ്മൾ വന്നു പോകുന്നു, വേറെ ആൾക്കാർ വന്നു പോകുന്നു, എല്ലാവർക്കും അത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. സിനിമ ആ കോളേജിൽ പഠിച്ച എല്ലാവർക്കും ആ കോളേജ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സിനിമയിൽ വന്ന എല്ലാവർക്കും സിനിമയെ മറക്കാൻ പറ്റില്ല, പക്ഷേ ചിലപ്പോൾ സിനിമയുടെ ഭാഗമാകാൻ പറ്റില്ല. അങ്ങനെയാണ്. അപ്പോൾ OTT വരുന്നു, ആ ഫേസ് ഇപ്പോൾ മാറിയല്ലോ. ഇപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് ധാരാളമായിട്ട് സിനിമ കാണുന്ന അവസ്ഥയാണ്. ഇപ്പോൾ TV കണ്ടിരുന്ന പ്രേക്ഷകർ സ്വാഭാവികമായിട്ട് ഫോണിലോട്ട് വന്നിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ എന്ത് തന്നെ ഷോസുകൾ കാര്യങ്ങളാണെങ്കിൽ പോലും വരുന്ന ടെലികാസ്റ്റിംഗ് അവിടെ ഉണ്ടെങ്കിൽ പോലും ഇതിൻ്റെ പുനഃസംപ്രേഷണം വരുന്നതോ അല്ലെങ്കിൽ ബാക്കി OTT പ്ലാറ്റ്ഫോമിൽ കാണുമ്പോൾ ഫോണിൽ കാണുക എപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് കുറേ കൂടി സൗകര്യപൂർവ്വം അതാണ്. എവിടേക്കോ യൂസ്ഡ് ആയിട്ടുണ്ട്. മലയാളി എന്ന് മാത്രമല്ല, മൊത്തം എല്ലാ രാജ്യത്തുള്ള എല്ലാ ഭാഷയിലുള്ള പ്രേക്ഷകരും. അപ്പോൾ ഇത്തരത്തിൽ എപ്പോഴെങ്കിലും ഈ തിയേറ്ററിൽ പോയി കാണുക എന്നുള്ള, എപ്പോഴും നമ്മൾ പറയും തിയേറ്ററിൽ തന്നെയാണ് ആ സിനിമ കാണുന്നതിൻ്റെ ഒരു കംപ്ലീറ്റ് ഫീൽ കിട്ടാമെന്ന് പറയപ്പെടുമ്പോഴും ആളുകളുടെ തിരക്ക് മൂലം ജീവിത സാഹചര്യങ്ങൾ മൂലം ലൈഫ് സ്റ്റൈൽ മാറുന്നതിൻ്റെ ഭാഗമായിട്ടും എപ്പോഴെങ്കിലും ഈ തിയേറ്റർ റിലീസുകൾ ഉണ്ടാവില്ല, ഇനി OTT തന്നെ ഉണ്ടാവൂ എന്നുള്ളൊരു കാലഘട്ടം വരും എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരിക്കലും അങ്ങനെ ഒരു കാലഘട്ടം വരില്ല, ഒരു കാലത്തും വരില്ല. സിനിമ എന്ന് നിലനിൽക്കും, തിയേറ്ററുകൾ എന്ന് നിലനിൽക്കും. ദാറ്റ് വിൽ ബി ദ പ്രൈമറി പ്ലേസ് വെയർ ഫിലിംസ് വിൽ ബി സ്ക്രീൻഡ്. അത് മറ്റേ പ്ലാറ്റ്ഫോംസ് ഉണ്ടാവും. OTT വന്നു, TV വന്നു. ഇപ്പോൾ നമ്മൾ പണ്ട് റേഡിയോ ഉണ്ടായിരുന്നില്ലേ, ഇപ്പോൾ FM വന്നില്ലേ, ഒന്നും നഷ്ടപ്പെട്ടു പോയില്ല. പുതിയ ഫോമിൽ അത് തിരിച്ചു വരും സിനിമ കാണുന്നു. പക്ഷേ സിനിമ എസെൻഷ്യലി അതെന്താ വെച്ചാൽ അതിലൊരു ഫോക്കസിൻ്റെ ഒക്കെ ഒരു സംഭവമുണ്ട്. ദർ ഇസ് എ റെസ്പെക്ട് യു ഗിവ് ടു ഫിലിം മേക്കർ. നമ്മളൊരു സമയത്ത് തിയേറ്ററിലെത്തി 100 രൂപ ടിക്കറ്റ് കൊടുത്ത് അതിനുള്ളിൽ കയറിയിരുന്ന് ഫോൺ ഒക്കെ സൈലൻ്റ് ആക്കി വെച്ചിട്ടുള്ള സിനിമ കാണുന്നത്. അപ്പോൾ സിനിമ അവിടെ അവർ എൻഗേജ് ആക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ചാലഞ്ചാണ്. അപ്പോൾ അതിൻ്റെ ആ ബ്യൂട്ടി എപ്പോഴും അങ്ങനെ നിലനിൽക്കും. പിന്നെ ഈ മനുഷ്യന് ഒരു സാമൂഹ്യ ജീവിതത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം വിനോദമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ നിലനിൽക്കുമെന്ന് പറയുന്നത്. അത് എല്ലാ കാലത്തും അത് വേണ്ടേ. അപ്പോൾ അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ് കിട്ടുന്നൊരു വിനോദമാണ് സിനിമ. അപ്പം എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്, ഒരു ഫാമിലി ആഴ്ചയിൽ ഒരു സിനിമയ്ക്ക് പോവുക എന്ന് പറയുന്നത് അവരുടെ ഫാമിലി ലൈഫ് കൂടുതൽ ഭംഗിയുള്ളതാക്കാൻ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അവർ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന ആൾക്കാരായിരിക്കും, ഇപ്പോൾ തിരക്കുകളല്ലേ, അതിനുള്ള ഒരു സിനിമ അവർ ബുക്ക് ചെയ്യുന്നു. ബുക്ക് ചെയ്യുമ്പോൾ അതിന് റെഡി ആവുന്ന ഒരു പ്രോസസ്സ് മുതൽ അത് തുടങ്ങുന്നു. അതിനുശേഷം ഒരു സമയത്ത് കാറിൽ കയറി സംസാരിക്കുമല്ലോ, കൂടുതൽ തിയേറ്ററിൽ പോയിരിക്കുന്നു, സംസാരിക്കുന്നു. തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകും. അപ്പോൾ സിനിമ നല്ലതോ മോശമാവട്ടെ അവർ സംസാരിക്കുന്നു. അപ്പം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പം അരവിന്ദ് കെജ്രിവാൾ എനിക്ക് തോന്നുന്നു എല്ലാ വെനസ്ഡേ ഒരു സിനിമ കാണുന്ന ഒരാളാണ്, ഉള്ള തിരക്കുകളെ വെച്ചിട്ട്. അതുപോലെ എല്ലാ പ്രശസ്തരായ ആൾക്കാരും ഏറ്റവും തിരക്കുള്ള ആൾക്കാർ ആഴ്ചയിൽ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണുന്ന ആൾക്കാരാണെന്നാണ് എനിക്ക് പലരെയും സംസാരിച്ചപ്പോഴും അല്ലാത്തപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. ബിക്കോസ് ദേ ലുക്ക് അറ്റ് ഇറ്റ് ഇൻ ഡിഫറെൻറ്റ് വേസ്. ഫാമിലിയുടെ കൂടെ, കാരണം നമ്മൾ എപ്പോഴായാലും ഈ വിനോദം നമുക്ക് ആവശ്യമാണ്, കുടുംബ ബന്ധങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഇത് രണ്ടിനും കൂട്ടിച്ചേർക്കാൻ ഉള്ള വളരെ നല്ലൊരു വഴിയാണ് ഒരാഴ്ചയിൽ ഒരു ദിവസം സിനിമയ്ക്ക് പോകുന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ സിനിമ കുറേ വിഷുവിന് വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളൊക്കെ പോയാൽ നിങ്ങളുടെ ബന്ധങ്ങൾ കുറച്ചുകൂടെ ദൃഢമാവും. അതുകൂടെയാണ് നിങ്ങൾ, അത് നമുക്ക് വേണ്ടിയല്ല പോകേണ്ടത്, നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. ഇത് സത്യമാണ്. നിങ്ങൾ ഒരു സിമ്പിളായിട്ടൊരു കാര്യം പറയാം. വർഷങ്ങളായിട്ട് തിയേറ്ററിൽ പോയി സിനിമ കാണാത്ത ഒരാൾ ആലോചിച്ച് നോക്ക്, അയാൾ ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള മനുഷ്യനായിരിക്കും. ശ്രദ്ധിച്ച് നിങ്ങൾ, ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ആൾക്കാർ. അയാൾ വേറെ ആൾ ഭയങ്കര സംഭവമായിരിക്കും, പക്ഷെ നമുക്ക് കാണുമ്പോൾ അറിയാം അയാൾ ലൈഫിൽ ഒരു കളേഴ്സും ഇല്ല, ഒരു അരസികനാണ്, അരസികനായിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും, മാറിയിട്ടുണ്ടാവും എന്നുള്ളത് സത്യമാണ്. അതേസമയം ഞങ്ങത്തെ ആൾക്കാരുടെ ഹാബിറ്റ്സ് ഞാൻ ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അവർക്ക് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ജോലി ഇതായതുകൊണ്ട് അവർക്ക് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അവരുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ്. ഒരാഴ്ച ഒരു തിയേറ്ററിൽ പോയി സിനിമ കണ്ടുകൊണ്ട് ഒരു കുഴപ്പം ആർക്കും ഉണ്ടാകാൻ പോകുന്നില്ല. യു ക്യാൻ പിക്ക് യുവർ ഫിലിം
ഒരു സിനിമയെ കുറിച്ചിട്ട് പ്രേക്ഷകൻ കേട്ട് തുടങ്ങുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒന്നില്ല ട്രെയിലറോ ടീസറോ വരുമ്പോൾ അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒഫീഷ്യൽ ലോഞ്ച് ടൈറ്റിൽ ലോഞ്ച് അനൗൺസ് ചെയ്യുമ്പോഴോ ഒക്കെ ആയിരിക്കാം. സംവിധായകനോ അതിൻ്റെ എഴുത്തുകാരനോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചതോ തുടങ്ങി വെച്ചോ സ്വപ്നങ്ങളായിരിക്കാം. കുറേ വർഷത്തെ ഒരു പ്രയത്നമുണ്ട്. സിനിമ ഇറങ്ങിയ ശേഷം ഈ കാലഘട്ടത്തിൻ്റെ പ്രയത്നമോ അല്ലെങ്കിൽ ഇതുവരെ എടുത്ത എഫേർട്ടോ ഡ്രീമോ ഒന്നും ആയിരിക്കില്ല ചർച്ച ചെയ്യുക. സിനിമ വിജയമാവുമ്പോൾ വളരെ അടുത്ത് സിനിമയുടെ ഒരു പ്രീ പ്രൊഡക്ഷൻ സമയത്തോ കാസ്റ്റിംഗ് സമയത്തോ ജോയിൻ ചെയ്ത നായകൻ്റെ നായികയുടെ പേരിലായിരിക്കും പിന്നീട് അങ്ങോട്ട് സിനിമ കേൾക്കുന്നതും സംസാരിക്കുന്നതും. ഇതിനെങ്ങനെ നോക്കി കാണുന്നു? അതൊന്നും ഒരു കുഴപ്പമില്ലെന്നേ. അത് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതാണ് കുഴപ്പം. അങ്ങനെയും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ നമ്മൾ ക്രെഡിറ്റ് എടുക്കാൻ ഓടി നടക്കേണ്ട കാര്യമില്ല. യു വിൽ ഗെറ്റ് യുവർ ക്രെഡിറ്റ് ഇഫ് ഇറ്റ്സ് ഡ്യൂ. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ എടുക്കുമ്പോൾ എനിക്ക് സിനിമ ഒന്നും അറിയില്ല. സിനിമ ഒരു ഷൂട്ടിംഗ് പോലും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അന്നൊരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ലീവ് എടുത്തിട്ടാണ് സിനിമയിൽ നിന്ന്. രണ്ട് വലിയ താരങ്ങൾ. ഞാൻ ആദ്യം ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഒന്നും അറിയില്ല. ക്യാമറ അവിടെ വെക്കണം ഇപ്പോഴും അറിയില്ല. അത് വേറെ കാര്യം. അതറിയേണ്ട ആവശ്യമില്ല. എന്ത് ഫ്രെയിം വരുന്നതെന്ന് അറിയാം. അതൊന്നും അറിയാം. ഇതെന്താ വെച്ചാൽ നമ്മുടെ മനസ്സിലൊരു സിനിമയുണ്ട്. ആ സിനിമ നമ്മുടെ അത് സത്യസന്ധമാണ്. അത് ഒരാൾക്ക് കേട്ടാൽ മനസ്സിലാവും നമ്മൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ. എൻ്റെ അനുഭവം അതാ. അവർ നമ്മളോട് വർക്ക് ചെയ്യാൻ തയ്യാറാവും. കാരണം ആ സത്യസന്ധതയും ആ ഹാർഡ് വർക്കുമായിട്ട് വരുന്ന ആൾക്കാർ ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ ക്രെഡിറ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. കാരണം യു വിൽ ഗെറ്റ്. പിന്നെ ഇത് ഒരു സിനിമ എടുക്കാൻ വന്ന ആളല്ലോ നമ്മൾ. ഒരു സിനിമയിൽ എനിക്ക് എല്ലാ ക്രെഡിറ്റും കിട്ടണമെന്ന് വെച്ചാൽ അങ്ങനെ കിട്ടും. അതിന് നായകനല്ലേ കിട്ടുള്ളൂ. നിങ്ങൾ എടുക്കൂ. ഒരു കഥയിലല്ലോ. 10-25 സിനിമ എടുക്കൂ. അപ്പോൾ അത് നിങ്ങളുടെ ഐഡന്റിറ്റി അപ്പോൾ വരുമല്ലോ. ഒരു സിനിമയിൽ എനിക്ക് എല്ലാ ക്രെഡിറ്റും കിട്ടുന്ന വാശി പിടിക്കേണ്ട ആവശ്യം എന്താ? അങ്ങനെ കിട്ടില്ല. ഒരു നടന് ഒരു സിനിമയിൽ ക്രെഡിറ്റ് കിട്ടിയിട്ടുണ്ടോ? കിട്ടില്ലല്ലോ. അവൻ മറ്റ് ക്രെഡിറ്റിനെ കുറിച്ചൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വഴിതെറ്റിപ്പോ. അതിനെ ചിന്തിക്കേണ്ട കാര്യം ബാധിക്കുന്ന വിഷയമല്ല എന്നുള്ളത്. ക്രെഡിറ്റ് എന്തുവാ നമ്മളെ ഇപ്പം നിങ്ങൾ പറഞ്ഞ ഇപ്പോൾ പാസഞ്ചർ മറ്റേ ന്യൂ വേവിൻ്റെ തുടക്കമാണ് അവസാനമാണ് അർജുന സാക്ഷി വേണ്ട പോലെ ഇതൊക്കെ എന്തിനാണ് നമ്മൾ ചിന്തിക്കുന്നത്? നീ അതിനെപ്പറ്റി ഇപ്പോൾ സംസാരിക്കുന്നില്ലേ? ആ സിനിമയ്ക്ക് അവാർഡ് കിട്ടിയോ ഇല്ലയോ അത് നമ്മുടെ വിഷയമല്ല. നമ്മളെ പണി ചെയ്ത് നിർത്തി നമ്മൾ വേറെയും സിനിമ ചെയ്യാൻ അവസരങ്ങൾ കിട്ടിയില്ലേ? നമ്മൾ മുന്നോട്ട് പോകുന്നില്ലേ? അപ്പോൾ ഞാൻ നല്ല ഉദാഹരണമെന്ന് പറയാൻ കാരണം പാസഞ്ചർ എന്ന് പറഞ്ഞ പോലത്തെ ഒരു സിനിമ ആണ് ഞാൻ ആദ്യമായിട്ട് ചെയ്തത്. അതിൽ വലിയ 2 താരങ്ങളുണ്ടായിരുന്നത്. എന്നാലും ഞാൻ ശ്രദ്ധിക്കപ്പെട്ടില്ലേ? എനിക്കിപ്പോഴും ഇവിടെ ഇരുന്ന് 15 വർഷം കഴിഞ്ഞിട്ട് സിനിമ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ക്രെഡിറ്റിന് വേണ്ടി ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല എനിക്ക് കൂടുതൽ ക്രെഡിറ്റ് കിട്ടണമോ. ക്രെഡിറ്റ് കിട്ടാതിരിക്കുന്ന നമുക്ക് ഇപ്പോഴൊക്കെ എനിക്ക് സന്തോഷം ഒരു ഇൻ്റർവ്യൂ കൊടുക്കാതിരിക്കുന്നതാണ്. കാരണം നിങ്ങൾ എന്നെ ഇത്ര നിർബന്ധിച്ചാണ് അവിടെ ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ. കാരണം ഇത് കൊടുക്കുമ്പോഴാണ് ഇപ്പം നമുക്ക് വിഷമം. ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞു അതെന്തിനാ അങ്ങനെയല്ലേ. അപ്പം ഇപ്പം നമുക്ക് വേണ്ട, ഉണ്ടെങ്കിൽ പോലും വേണ്ട എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അതൊക്കെ ഒരു ഘട്ടത്തിൽ മാറി മറിഞ്ഞൊക്കെ കൊണ്ടിരിക്കും. നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യുക. അത് കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടാം, എപ്പോഴെങ്കിലും കിട്ടാം. നിങ്ങൾ പക്ഷേ നിങ്ങളുടെ ജീവിതത്തിന് പർപ്പസ് എന്തോ ഇത് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ എന്തിനാണ് നിങ്ങൾ ഈ റിസൾട്ട്സിനെ കുറിച്ച് ഇത്ര ബോധർ ചെയ്യുന്നത്? നമ്മൾ പൂവുണ്ടെങ്കിൽ പൂവിൻ്റെ ഒരു കോറില്ലേ, ഈ കോറാണ് നമ്മുടെ ജോലി. അതിൻ്റെ പെരിഫറൽസാണ് നിങ്ങൾ പറയുന്ന ക്രെഡിറ്റ്, പണം, കാറ്, വീട്. ഈ പെരിഫറൽസിന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ കോർ മോശമാവും. ഈ കോറിന് വേണ്ടി വർക്ക് ചെയ്താൽ മതി, പെരിഫറൽസ് തന്നെ ഉണ്ടായിക്കോളും. അപ്പം ഈ എന്നെപ്പോലൊരു ആൾ എന്തുകൊണ്ട് ഞാൻ ഈ ഡെസ്റ്റിനിയിൽ വിശ്വസിക്കുന്നു എന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ വലിയ ഉദാഹരണമാണ്. ഐ ആം എ ഡെസ്റ്റിനീസ് ചൈൽഡ് ടോട്ടലി. ബിക്കോസ് ഒരു സംവിധായകനാവണം എന്ന് ഞാൻ എൻ്റെ ഒരു വലിയൊരു കാലഘട്ടം വരെ ആലോചിച്ചിട്ടേ ഇല്ല. ചിന്തയിലേ പോലും വരാത്ത കാര്യമായിരുന്നു. ചിന്തയിലേ പോലും ഇല്ല. എനിക്കൊരു റൈറ്റർ ആവണം എന്നുള്ളതാണ് ആഗ്രഹം. എന്നിട്ട് ഞാൻ പാസഞ്ചർ പോലൊരു സിനിമ ഒരു സിനിമ പോലും അസിസ്റ്റ് ചെയ്യാതെ ഒരു ഷൂട്ടിംഗ് പോലും കാണാത്ത ഒരാൾ എന്ന രീതിയിൽ എനിക്ക് ആ സിനിമ ചെയ്യാൻ ഒരു അവസരം കിട്ടി. ഡെസ്റ്റിനി. ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടാവാം, പക്ഷേ ഡെസ്റ്റിനി. അതൊരു വലിയ വിജയമായി. ഞാൻ അടുത്തൊരു സിനിമ ചെയ്തു, അതൊരു പരാജയമായി കഴിഞ്ഞ് സ്വാഭാവികമായിട്ടെന്ന് സംഭവിക്കുക, നമുക്ക് വേറെ സിനിമയിൽ നിന്ന് ഞാൻ അവസരം കിട്ടില്ല. അപ്പം ഞാനത് പൃഥ്വിരാജാണ് എന്നോടൊരു സിനിമ വീണ്ടും ഒരു സിനിമ ഞാൻ നിർബന്ധിച്ചുകൊണ്ടിരുന്ന ഒരാൾ, അർജുന സാക്ഷിക്ക് ശേഷം. അപ്പം ഞാൻ പൃഥ്വിരാജിനോട് പറഞ്ഞു, എനിക്ക് സിനിമ ചെയ്യാനുള്ള ഏറ്റവും വലിയ പ്രോബ്ലം ഒരു പ്രൊഡ്യൂസറാണ്. ഒരു പ്രൊഡ്യൂസർക്ക് വേണ്ടി ഒരു സിനിമ ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എൻ്റെ കഥകളൊന്നും കമേഴ്ഷ്യലല്ല. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനൊരു സിനിമ ഉണ്ടാക്കി, ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ 4 years ഉണ്ടാക്കി, ഞാൻ സഹിക്കാം. ഇപ്പം എൻ്റെ സ്റ്റേറ്റിൽ ഐ ക്യാൻ ഡു ദാറ്റ്. എനിക്ക് ഇഷ്ടമുള്ളൊരു സിനിമ എന്നെ ഉണ്ടാക്കിയിട്ട് ഒരാൾ കുറേ പൈസ പൃഥ്വിരാജൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അയാൾക്ക് അൾട്ടിമേറ്റ്ലി ഒരു നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്കിത് ഇനിയും സഹിക്കാൻ പറ്റില്ല. ഒരെണ്ണം ഓക്കെ. അപ്പം പൃഥ്വിരാജോട് പറഞ്ഞു, അങ്ങനെയാണ് നമുക്കൊരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങാം. ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പം ഞാൻ പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങാമെന്ന് പറഞ്ഞു വേറെ ആരെങ്കിലും പേരിൽ തുടങ്ങി, എനിക്ക് വയ്യ, എനിക്ക് പൈസ ഒന്നും വേണ്ട. അല്ലല്ല തുടങ്ങി. ഞാൻ പറയാം, ഇറ്റ്സ് ഡെസ്റ്റിനി. അങ്ങനെ ഡ്രീംസ് ആൻഡ് ബിയോണ്ട് പേരിട്ടത് പൃഥ്വിരാജാണ്. അങ്ങനെ ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങി. അതിൽ ഞാൻ പ്രൊപ്പറേറ്ററായി മാറിയതിന് കാരണം
പൃഥ്വിക്ക് ഓൾറെഡി ഒരു കമ്പനി ഉണ്ടായിരുന്നു. അതുകൊണ്ട് പുള്ളിക്ക് അത് രണ്ട് കമ്പനികൾ ഒരുമിച്ച് ആവാൻ പറ്റില്ല. അതുകൊണ്ട് പുള്ളി ഒരു ഇൻഡയറക്റ്റ് ഔട്ട്സൈഡ് പാർട്ണറായിരുന്നു. അങ്ങനെ ഞങ്ങൾ മോളിയൻ്റെ റോക്സ് എന്ന സിനിമ ചെയ്തു. ഇനി ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല ഞാനൊരു പ്രൊഡ്യൂസർ ആവുന്നു ജീവിതത്തിൽ. ആ നിമിഷം വരെ ആ മോളിയൻ്റെ റോക്സിൽ തുടങ്ങി ഇത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന 13ാം സിനിമയാണ്. ഇതേ സെറ്റപ്പിൽ നായകൻ തന്നെ കോ പ്രൊഡ്യൂസർ എന്ന രീതിയിൽ. അതിൽ മമ്മൂക്ക വന്നു, ജയസൂര്യ വന്നു, ചാക്കോച്ചൻ വന്നു, അജു വന്നു, അങ്ങനെ കുറേ ആൾക്കാർ വന്നു. അതിനിടയിൽ നമ്മൾ പ്ലാൻ ചെയ്തതാണോ? അല്ല. ഇതിനിടയിൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി തുടങ്ങി. അത് ജയസൂര്യാണ് എൻ്റെ പേരിട്ടത്, പുണ്യാളൻ സിനിമാസ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ കുറേ സക്സസ്ഫുൾ സിനിമാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. നമ്മൾ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ ശ്രമിച്ചു. ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഐ എം ടോട്ടലി എ ഡെസ്റ്റിനീസ് ചൈൽഡ്. നമ്മൾ ആ വിധിക്ക് നമ്മൾ നമ്മുടെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, പിന്നെ അതൊക്കെ സംഭവിക്കുന്നു വിചാരിക്കുക. ഞാനതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അതേസമയം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആൾക്കാർ ഒരു സിനിമ വരുമ്പോഴേക്കും പെട്ടെന്ന് ഇത് ക്രെഡിറ്റിന് ഭയങ്കരമായിട്ട് ഇത് ഞാനാണ് ചെയ്തത്, അങ്ങനെയൊന്നും ബഹളം വയ്ക്കേണ്ട കാര്യമില്ല. ലൈക്ക് അതൊക്കെ ആൾക്കാർക്ക് അതൊക്കെ അറിഞ്ഞോളൂ. അത് അത് ഇനി ഒരു സിനിമ വരുമല്ലോ, ഈ പിന്നെയും കുറേ സിനിമ വരുമല്ലോ, അപ്പം അറിഞ്ഞോളൂ. അതിന് വേണ്ടി നമ്മളൊന്നും ചെയ്യണ്ട. ക്രെഡിറ്റിന് വേണ്ടിയിട്ടുള്ള രീതിയിലേക്ക് അതിനെക്കുറിച്ച് ബോധവടല്ല. അതൊക്കെ ആൾക്കാർ കാണുമ്പോൾ മനസ്സിലാവും. ഓഡിയൻസ് മണ്ടന്മാരല്ലല്ലോ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഇനി ഞാൻ കുറേ കേട്ടിട്ടുണ്ട് സെൽഫ് പ്രൊമോഷൻ ചെയ്യണം, അങ്ങനെ സ്വയം ബൂസ്റ്റ് ചെയ്യണം. ഇതൊന്നും ചെയ്യാതെയാണ് ഞാൻ ഇത്രയും ചെയ്തത്. എന്നെ ഒരുപാട് നിർബന്ധിക്കുമ്പോൾ ഇൻ്റർവ്യൂ പോലും കൊടുക്കാറുള്ളൂ. അപ്പം ഒരു ഒറ്റ കോളിൽ ഞാൻ ഇൻ്റർവ്യൂ ഒന്നും കൊടുത്ത് അല്ലെങ്കിൽ PR എന്നൊക്കെ വരണം അങ്ങനെയാണ്. എന്നിട്ടൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ നമുക്ക്. ഈ ഡയറക്ടറും റൈറ്ററും എന്നെക്കുറിച്ച് സ്ക്രിപ്റ്റിനെ കുറിച്ച് ബോധ്യമുണ്ട്. വരുന്ന കാസ്റ്റ് വരുന്ന ആക്ടേഴ്സിനും സ്ക്രിപ്റ്റ് കൊടുക്കും, എന്തൊക്കെയാണ് ക്യാരക്ടർ എവിടെയൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ. പലപ്പോഴും സിനിമാറ്റോഗ്രാഫർ ഫ്രെയിം വെക്കുന്നത് സംവിധായകന്റെ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കും. അങ്ങനെ ശരിക്കും ഒരു സിനിമാറ്റോഗ്രാഫർ നോട്ട് എനിമോർ. അങ്ങനെയാണ് ഇപ്പോൾ ഈ സിനിമകളൊന്നും ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എങ്കിൽ തന്നെ ഈ സിനിമാറ്റോഗ്രാഫർ ഈ സ്ക്രിപ്റ്റ് മുഴുവനായിട്ട് വായിച്ചിരിക്കുന്നതും നല്ലതാണ് എന്നുള്ളത് ചെയ്യാറുണ്ടോ? ഇപ്പൊ എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ സ്ക്രിപ്റ്റ് എല്ലാവരും കൊടുക്കും. കൊടുത്തു കഴിഞ്ഞാൽ അവരെത്രത്തോളം അതിൽ അവരുടെ ഇതല്ലേ, എത്രത്തോളം അവർ ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ചന്ദ്രു വാസ് ലൈക്ക് എക്സെപ്ഷണൽ. ലൈക്ക് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. അത് ഈസ് എൻ എക്സ്ട്രീംലി ഫാന്റാസ്റ്റിക് സിനിമാറ്റോഗ്രാഫർ. എനിക്ക് തോന്നുന്നു പുള്ളി അധികം വൈകാതെ വിത്ത് ദ കൈൻഡ് ഓഫ് എഫേർട്ട് ഈസ് പുട്ടിങ് ആൻഡ് വിത്ത് ദ കൈൻഡ് ഓഫ് ടാലന്റ് ഹി ഹാസ്, ഒരു ഇന്ത്യയിലത്തെ ഒരു ടോപ്പ് 10 സിനിമാറ്റോഗ്രാഫേഴ്സ് ഇന്ത്യയിലെ വളരെ പെട്ടെന്ന് പുള്ളി വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അനുമാനത്തിൽ. അപ്പോൾ ഒരു സംവിധായകൻ്റെ ഒരു സിനിമയിലൂടെ തന്നെയാണ് നായകനും താരവും ഒക്കെ സൃഷ്ടിക്കുന്നത്. സ്വഭാവമായിട്ട് അങ്ങനെ കുറേയേറെ നായകന്മാർക്ക് മികച്ച ചിത്രങ്ങൾ കിട്ടാനും രഞ്ജിത്ത് ശങ്കർ എന്ന സംവിധായകൻ കാരണക്കാരനായിട്ടുണ്ടെന്നുള്ളത്. എപ്പോഴെങ്കിലും ആ ചെയ്ത സിനിമകൾ കൂടെ ഇത്തരത്തിൽ താരമൂല്യം വന്നിട്ടുള്ള താരങ്ങൾ പിന്നീട് ഏതെങ്കിലും സിനിമയെ സമീപിക്കുമ്പോൾ വേണ്ടത്രത്തിൽ പരിഗണിച്ചിട്ടില്ല എന്നുള്ളൊരു വിഷമം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ ഭയങ്കര കുഴപ്പമാണ്. അങ്ങനെയൊന്നും വിഷമിക്കരുത്. എന്താ വെച്ചാൽ ആ ചിന്തയെ തെറ്റാണ്. അതായത് ഞാനൊരു സിനിമ കഴിയുമ്പോൾ ആദ്യം തന്നെ ഈ നായകയും ഈ സിനിമാറ്റോഗ്രാഫറും അല്ലട്ട് ഇപ്പോഴും ഞാൻ കട്ട് ഓഫാണ് ആക്ച്വലി. ഞാൻ കട്ട് ഓഫ് സിനിമ കഴിയുമ്പോൾ കട്ട് ഓഫ് ആകാൻ പോകും. ദാറ്റ് ഇസ് വാട്ട് ഐ ലൈക്ക്. എനിക്ക് ഇഷ്ടമില്ല. കാരണം ഒരു സിനിമ ചെയ്തൊരു ഘട്ടം കഴിയുമ്പോഴേക്ക് ഭയങ്കര ഒരു മ്യൂച്വൽ ഡിപ്പെൻഡൻസി വരും. ഇനി നമുക്ക് കുറേ അങ്ങ് സിനിമ ചെയ്ത് കളയാം, ഭയങ്കര കുഴപ്പമാണ്. അപ്പോൾ അങ്ങനെ ഒരു കൂട്ട് കൊണ്ട് നിലനിർത്തില്ല. അല്ല, അതല്ല. ഈ സിനിമയിലെ സൗഹൃദങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ഇപ്പോൾ ഒരു സൂപ്പർ സിനിമയിൽ ഇപ്പോൾ തിളങ്ങി നിൽക്കുന്ന ഒരു സൂപ്പർ സ്റ്റാറും ഒരു ഫ്ലോപ്പ് ഡയറക്ടർക്കും ഒരിക്കലും സുഹൃത്തുക്കളാവാൻ പറ്റില്ല. തിരിച്ചും പറ്റുമെന്ന് പറഞ്ഞാൽ അവരോട് നുണ പറയണം. പറ്റില്ല, അസംഭവ്യമാണ്. ഇറ്റ്സ് ഇമ്പോസിബിൾ. അത് പിന്നെ ഇത് ഇന്ന് ഞാൻ ഫ്ലോപ്പ് ഡയറക്ടർ ആയിരിക്കും, നാളെ സൂപ്പർ ഹിറ്റ് ഡയറക്ടർ ആയിരിക്കും. അപ്പോൾ സൂപ്പർ ഹിറ്റ് ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് അടുത്ത ഫ്ലോപ്പ് വരുന്നവരെ ഉള്ളത്. ആ കാലഘട്ടത്തിൽ എനിക്കൊരാൾ ഫ്രണ്ട്സ് ആവാം. അപ്പോൾ അത് ഇറ്റ്സ് വെരി ടെമ്പററി. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം, ഞാൻ മനസ്സിലാക്കിയുള്ള യാഥാർത്ഥ്യം. അപ്പം ഞാൻ ട്രൈ ചെയ്യാറുള്ളത് ഇതൊരു മ്യൂച്വൽ ഡിപ്പെൻഡൻസിയിൽ ഒരിക്കലും പോരുത്. ഒരു സിനിമ കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. സിനിമ ഓടി സന്തോഷം, ഓടിയില്ല ഓക്കെ, അത് ആ ബന്ധം അവിടെ തീരുക. അടുത്ത സിനിമയുടെ അടുത്ത സിനിമ അത് വേറൊരു സിനിമയാണ്. ആ സിനിമ അവർക്ക് രണ്ടുപേർക്ക് എക്സൈറ്റിംഗ് ആണെങ്കിൽ ചെയ്യുക. അല്ലാതെ എൻ്റെ സുഹൃത്തായതുകൊണ്ട് ഒരു സിനിമ ഒരാൾ ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ വിളിച്ചതുകൊണ്ട് ഒരു സിനിമ ചെയ്യേണ്ട കാര്യമില്ല. അല്ലാതെ അങ്ങനെയാണ് അത് വേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് എനിക്ക് അങ്ങനെ യാതൊരു വിധ ഇതുമില്ല. പിന്നെ അത് കുറേയൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുള്ള ആൾ ജയസൂര്യാണ്. കാരണം ഞാൻ കട്ട് ചെയ്യുമ്പോഴും പുള്ളി അത് ജോയിൻ ചെയ്ത് നമ്മളുടെ ഫാമിലിയും ഒക്കെ പുള്ളി അങ്ങനെ ഒരാളാണ്. അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഞങ്ങൾ ഒരുപാട് സിനിമ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടൊന്നുമല്ല. ഞാൻ ജയനെ വെച്ച് ആലോചിച്ച് ചെയ്തുള്ള ഓരോ സിനിമ ഞാൻ മേരിക്കുട്ടിയാണ്. ബാക്കിയെല്ലാം ഞാൻ വേറെ പലരോടും കഥ പറഞ്ഞിട്ട് അത് ശരിയാവാതെയും പിന്നെ പുള്ളി എക്സൈറ്റഡ് ആവുകയും ശരിയായിട്ടും അങ്ങനെയൊക്കെ വന്നിട്ടുള്ള കഥ.